ഇറാഖിന്റെ തെക്കൻ പ്രദേശമായ ബസ്രയിൽ ആദ്യകാലം മുതൽ പാർത്തിരുന്ന ക്രൈസ്തവർ കൂട്ടത്തോടെ പലായനം നടത്തുന്നതായി റിപ്പോർട്ട്. 80% വരുന്ന അസീറിയൻ, കൽദായ, സുറിയാനി ക്രൈസ്തവരുടെ കുടിയേറ്റം കുർദിസ്ഥാൻ പ്രദേശത്തേക്കോ വിദേശത്തേക്കോ ആയാണ് നടക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്രമാതീതമായ കുടിയേറ്റം അവിടുത്തെ ഭൂരിപക്ഷം ദേവാലയങ്ങളും ശൂന്യമാക്കിയെന്ന് ഇറാഖി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ പ്രധാന അഭയകേന്ദ്രവും സ്വദേശവുമായിരുന്ന ബസ്ര പ്രവിശ്യയിൽ പിൽക്കാലത്ത് 7000-ലധികം കുടുംബങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഗണ്യമായി കുറഞ്ഞ് 350-ൽ എത്തിയിരിക്കുന്നു. ദുർബലമായ നിയമവ്യവസ്ഥിതി, അവകാശങ്ങൾ ലഭിക്കാതിരിക്കൽ, ക്രൈസ്തവരെ മൂന്നാംകിട പൗരനായി പരിഗണിക്കപ്പെടൽ, പാർശ്വവൽക്കരണം, സുരക്ഷിതത്വമില്ലായ്മ, വധഭീഷണി തുടങ്ങിയ നിരവധി കാരണങ്ങളാണ് ക്രൈസ്തവരുടെ കുടിയേറ്റത്തിന് കാരണങ്ങളെന്ന് ബസ്രയുടെയും തെക്കൻ ഇറാഖിൻ്റെയും കൽദായ അതിരൂപതയുടെ പ്രതിനിധി ആരം സബാഹ് പറഞ്ഞു. ഇത് തങ്ങൾക്ക് വളരെയധികം വേദനാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബസ്രയിലെ 17 ക്രൈസ്തവ ദേവാലയങ്ങളിൽ 9 എണ്ണം അടച്ചിട്ടിരിക്കുകയാണ്. 2 എണ്ണം അഗ്നിക്കിരയാക്കി. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി തകർന്ന അവസ്ഥയിലാണ് ഇറാഖിലെ ക്രൈസ്തവ സമൂഹം. 2022 കണക്കനുസരിച്ച് 3 ലക്ഷത്തിൽ താഴെയാണ് ഇന്ന് ഇറാഖിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ.